ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബൺസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ ബൺസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് പീസിനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എലാസ്റ്റിക്കിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ മൊത്തം ലെങ്ത് എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 7 ഇഞ്ചിന് നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു മുത്തിനെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു 2 എഡ്ജുകൾ തമ്മിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തുന്നി യോജിപ്പിക്കുന്നുണ്ട്. വിട്ടു പോരാത്ത രീതിയിൽ അതിലേക്കൊന്ന് തുന്നി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് 2 വശങ്ങളിലും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു കളർ കൂടി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി ഇതുപോലെ ഒന്ന് മടക്കി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നല്ല വശത്തിനെ ഒന്ന് പുറം മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എലാസ്റ്റിക്കിനെ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു അളവ് തന്നെയാണ് എലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ടും ചേർത്ത് ഒന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം. ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ബട്ടനെയാണ് വെച്ച് കൊടുക്കുന്നത്. അത് നല്ല വൃത്തിയായിട്ട് സ്റ്റിക്കായിട്ടിരിക്കാനായിട്ട് ഒരു ക്ലോത്ത് പീസിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലോത്ത് പീസിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും അതിനകത്ത് വിട്ട് പോരാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നല്ല വശത്തിനെ നമുക്ക് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് മറച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു എലാസ്റ്റിക്കിനെ ഇട്ട് കൊടുക്കാം. ഈ എലാസ്റ്റിക്കിനെ 7 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ക്ലോത്ത് പീസ് എടുക്കുക. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് 2 വശത്തും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം 2 റിബൺ കൂടിയാണ് അതിലേക്ക് ചുറ്റി കെട്ടിക്കൊടുക്കുന്നത്. ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഐഡിയ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വശത്തിന് ഉള്ളിലേക്കാക്കിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ ഒന്ന് പുറം മറച്ചെടുക്കാം. അതിനുശേഷം ഒരു എലാസ്റ്റിക്കിനെ കൂടെ ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഒത്തിരി ഐഡിയാസ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത ദിവസം കിടിലനായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരാം. നമ്മൾ ഒരുപാട് ഹെയർ ബൺസ് ഉണ്ടാക്കുന്ന ഐഡിയാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കാണാം. അടുത്ത ദിവസം കാണാം. താങ്ക് യു.